യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 15:14. യോഹന്നാൻ 15:14. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞത്. അല്ല, ചെയ്യുന്നെങ്കിൽ. ഉടമ്പടിയാണ് സംഭവം. ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് വേണമെങ്കിൽ വചനം അവിടെ ഇരുന്നുകൊണ്ട് 3000 പ്രാവശ്യം ചെല്ലിയാൽ മതിയായിരുന്നു. വർക്കൗട്ട് ചെയ്യത്തില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പറഞ്ഞേ, നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പൊ എൻ്റെ സ്നേഹിതരാണെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ്. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? എൻ്റെ സ്റ്റാറ്റസ് എന്താണ്? പൗരോഹിത്യത്തോട് കാണിച്ച ഒരു ശുശ്രൂഷ ജീവിതമാണ് എൻ്റെ സ്റ്റാറ്റസ്. ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ സ്റ്റാറ്റസ് അതാണ്. ഞാൻ വളരെ നീതി പുലർത്തി ഇത്രയും നാൾ ജീവിച്ച ഒരു ജീവിതമാണ്. അതാണ് എൻ്റെ സ്റ്റാറ്റസ്. നിങ്ങളുടെ ജീവിതം എന്താ? നിങ്ങളുടെ ദൈവവിളി, കുടുംബജീവിതം, അതിനോട് നീതി പുലർത്തി കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ അതാണ് 15:7. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. വായിച്ചോളൂ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ പ്രധാനപ്പെട്ട വാക്യതാണ് ഈ വചനത്തിൽ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും. ഇവിടെയാണ് വിഷയം. ഇതാണ് ഫെയ്ത്ത് ഈസ് ആൻ ഇൻ്റലിജൻ്റ് അഫെയർ എന്ന് പറയണത്. ഈ ദൈവം എന്താ നോക്കണത്? ഈ വസ്തു വിൽക്കണ വരെ മാത്രമേ ഇവള് ഇങ്ങനെ കറങ്ങി ദൈവത്തിന് ചുറ്റിപ്പറ്റി നടക്കത്തുള്ളൂ. ഭർത്താവിൻ്റെ വെള്ളവടി മാറണ വരെ മാത്രമേ ഇവളിങ്ങനെ കർത്താവ് എന്ന് പറഞ്ഞിങ്ങനെ ചുറ്റിപ്പറ്റി രോഗികളെ കാണുകയും എന്നൊക്കെ ചെയ്ത് നടക്കുകയും ചെയ്യുന്നല്ലോ. അത് കഴിഞ്ഞാലുള്ള നിൻ്റെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടും കർത്താവിനടുത്തുണ്ട്. അതാണ് ദൈവത്തിൻ്റെ കണ്ണിൽ പോയിടാൻ പറ്റത്തില്ല. നിങ്ങളകപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതായത് ഇൻഡിജൻ്റ് ആയിരിക്കണം ഈ വിഷയത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? കർത്താവേ, ഈ കടന്നാലും ഞാൻ അങ്ങയുടെ മകളായി ജീവിക്കും. കൈയിടിച്ച് കർത്താവ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താണ്? കർത്താവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുക, അല്ലേ? കർത്താവിൻ്റെ മനസ്സിനെ അതായത് രക്തസ്രാവക്കാർ രോഗിയെ കർത്താവിനെ പ്രസാദിപ്പിച്ചത് പ്രാർത്ഥന കൊണ്ടല്ല, പിന്നെ എന്താണ്? പ്രയോഗം കൊണ്ടാണ്. അവളെന്താ പ്രയോഗിച്ചത്? അവൾ പിന്നിലൂടെ വന്ന്, നമുക്കറിയാമല്ലോ, ദൈവത്തിനെ സമീപിക്കുന്നവർ മുമ്പിൽ വരണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല. ദൈവത്തിന് മുമ്പും പുറകൊന്നുമില്ല. ദൈവം മനസ്സിലായില്ലേ? പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൾ ശബ്ദിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. പിന്നെ എന്ത് ചെയ്ത്? ഉള്ളിൽ മത്തായി 9:21 പറയും പോലെ ഉള്ളിൽ വിചാരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. വിശ്വാസം വിചാരത്തിൻ്റെ രൂപത്തിൽ അവിടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഉള്ളിലുണ്ടായിരുന്ന വിചാരത്തെ വളരെ നിശബ്ദമായി അവൾ പ്രയോഗിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. ഈ പ്രയോഗം ഏറ്റവും കൂടുതലുള്ള ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ പ്രയോഗമുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്വസ്ഥം. സാക്ഷ്യത്തിലെ സ്റ്റെഫിയാണ്. സ്റ്റെഫി തൃശ്ശൂരെ. അവരുടെ വിഷയം, അവർ പ്രഗ്നൻ്റായി. അപ്പോൾ അതായത് അവൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്റ്റെഫിയുടെ വയറ്റിലൊരു മുഴ, കുട്ടിയുടെ ഹൃദയത്തിൽ മുഴ, ഗർഭസ്ഥ ശിശുവിൻ്റെ, കുട്ടിയുടെ തലയിലും മുഴ. അപ്പോൾ ഡോക്ടറിൻ്റെ ഉപദേശം എന്താണ്? ഇതിനെ എടുത്ത് കളയുക, വേറെ മാർഗമൊന്നുമില്ല. ഇനി ജനിച്ചാൽ തന്നെ
അതുപോലെ ബുദ്ധിമാന്യമോ ഉള്ള വൈകാല്യമുള്ള കൊച്ചാകും. കാര്യം കൊച്ചിൻ്റെ അമ്മയുടെ വയറ്റിൽ മുഴയുണ്ട്, അപ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒക്കെ ഒത്തിരി പ്രോബ്ലംസ് വരും. അല്ലാതെ തന്നെയുള്ള ഭക്ഷണ പ്രശ്നങ്ങളൊക്കെ എല്ലാം വരും. പിന്നെ എന്താ, കുട്ടിയുടെ ഹൃദയത്തിൽ മുഴ, പിന്നെ തലയിൽ മുഴ. അപ്പോൾ അത് ചാപിള്ളയായിട്ട് ജനിക്കും, അല്ലെങ്കിൽ ജനിച്ചാൽ തന്നെ കുട്ടിയെ കിട്ടാൻ മാർഗമില്ല. എന്നിട്ട് സ്റ്റെഫി വിശ്വാസത്തെ വിട്ടുപോകണില്ല. നമ്മുടെ ഈ ഉടമ്പടി ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ ശരിക്കും, അതായത് പല ആൾക്കാരുടെയും വിശ്വാസം പെട്ടെന്ന് 8ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലായി, പെട്ടെന്ന് PDC ആയി, പെട്ടെന്ന് വിശ്വാസം ഡിഗ്രിയായി, പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പെട്ടെന്ന്. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാസ്സായി പോണ കേൾക്കാം. ഓൾ പ്രൊമോഷനല്ല, ശരിക്കും. അതായത് ഒരു വിഷയത്തെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഓൺ എ പ്രോബ്ലം, അതാണ് നമ്മുടെ ഇവിടെ. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? വിശ്വാസം എന്ന് പറയുന്നത് എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഓൺ എ പ്രോബ്ലം ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു വിഷയം ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് അതിൽ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യും. അതൊരു കഴിവാണ് ശരിക്കും. വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. അത് പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് പ്രോബ്ലത്തെ നിങ്ങൾ അലയണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിനെ ദൈവം പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യും. ഫെയ്ത്ത് അപ്ഗ്രേഡേഷൻ സംഭവിക്കും. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് 0 ഫെയ്ത്തായിട്ടിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളത് ദൈവത്തിൻ്റെ ഫോർമാറ്റിൽ കൊണ്ടുവരുന്നില്ല, ബുദ്ധിയുടെ ഫോർമാറ്റിൽ കൈകാര്യം ചെയ്താലും 0 ഫെയ്ത്താണ് റിസൾട്ട്. അച്ഛൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇപ്പോൾ സ്റ്റെഫി, ഇപ്പോൾ ഡോക്ടർ എന്താ പറയണത്? ഡോക്ടർ ഇൻ്റലക്ച്വൽ ഫോർമാറ്റാണ് അത് ഉപയോഗിക്കുന്നത് ബുദ്ധിപരമായിട്ട്. അത് ആ കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയണത്. കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല, ഇറ്റ് ഈസ് ബെറ്റർ ടു അബോർട്ട്. ആ വൈദ്യശാസ്ത്രം അങ്ങനെ ചെയ്യത്തുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു റിസ്ക്കും അവരെടുക്കത്തില്ല. കാര്യം അങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ പിന്നെ രാഷ്ട്രത്തിന് 2-3 പ്രശ്നങ്ങളാണ്. അമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം നോൺ പ്രൊഡക്റ്റീവ് ആകും. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവർ കൊച്ചിനെ ചുമന്നുണ്ടാക്കേണ്ടി വരികയില്ലേ. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് കുട്ടിക്ക് അമ്മയ്ക്കും രാഷ്ട്രം തീറ്റി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അതാണ് രാഷ്ട്രത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഡോക്ടർമാർക്കെല്ലാം വളരെ റാഷണലായിട്ടുള്ള ഉപദേശമാണ് കൊടുക്കണം. അപ്പോൾ അവർ പറയും ഇറ്റ് ഈസ് ബെറ്റർ ടു ടെർമിനേറ്റ് എന്ന് പറയും. പക്ഷേ ഇത് ആരോടാ പറഞ്ഞിരിക്കണത്? ഒരു വിശ്വാസിയോടെ പറഞ്ഞിരിക്കണത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ പറയുന്ന ബുദ്ധിയുടെ അപ്പുറത്ത് അവർ വേറെ ഒരു ശക്തിയെ കാണുന്നുണ്ട്. ഇതിന് നമുക്കറിയാം, ദൈവം സാന്നിധ്യം നൽകണത് ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിലാണ്. ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിൽ നമ്മൾ ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിലും അനുഭവതലത്തിൽ നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടണത് ശക്തിയും ജ്ഞാനവുമാണ് ദൈവം. ഇപ്പം ഈശോയുടെ വചനം തന്നെ കേൾക്കാമല്ല. ഇപ്പം 1 Corinthians 1:24 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 Corinthians 1:24 ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അപ്പം ക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അപ്പോൾ ദൈവത്തിൽ നമുക്ക് 2 കാര്യം കിട്ടും. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഷയത്തിൻ്റെ ആശയ പരിസരം. ഇപ്പോൾ ഈ ടേബിൾ ഉണ്ടാക്കണം, ആദ്യം എന്ത് ചെയ്യണം? ടേബിൾ വരക്കണം, അല്ലേ? അതിൻ്റെ അപ്പോൾ വീടാണെങ്കിൽ പ്ലാൻ ഉണ്ടാക്കണം, അല്ലേ? അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലോകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദൈവം ഇതിൻ്റെ സ്കെച്ച് ഉണ്ടാക്കണം, സ്കെച്ചും പ്ലാനും ഉണ്ടാക്കണം. എന്നിട്ടാണ് അതിൻ്റെ അകത്ത് മാറ്റർ ഫില്ല് ചെയ്യണത്. അപ്പോഴേ അതുപോലെ തന്നെ അത് പ്രയോഗമെന്ന് പറയും. ഇപ്പം ആദ്യം സിദ്ധാന്തം, പിന്നെ പ്രയോഗം. അതാണ് ജ്ഞാനവും ശക്തിയും. ശക്തിയാണ് പ്രയോഗം വരണത്. ദൈവം പവറായതുകൊണ്ട് പ്രയോഗം ശക്തിയിൽ വരുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് നമ്മുടെ ബോഡിയിലാണ് ഈ ശക്തി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഹീലിംഗ് ആയിട്ട് വരും. അതിനൊരു മീഡിയമായിട്ടാണ് ഉടമ്പടി തല ഉപയോഗിക്കുന്നത്. ഉടമ്പടി തല നമ്മൾ ഉപയോഗിക്കത്തില്ലേ? ഉടമ്പടി തല ഞങ്ങൾ അതിൻ്റെ അകത്ത് പവർ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇൻകൾക്കേറ്റ് ചെയ്യണത്? അത് കർത്താവ് നൽകിയ വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ പരമാധികാരത്തിൽ കർത്താവ് ആശീർവാദ അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആശീർവാദ അനുഗ്രഹം ചില അച്ഛന്മാർ
സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ആ പള്ളിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ വെഞ്ചരിച്ച് കൊടുക്കാനേ ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ ആശീർവാദ അനുഗ്രഹം എല്ലാത്തിനും ഉപയോഗിക്കുമായിരുന്നു, എല്ലാത്തിനും. കാര്യം എനിക്കത് കിട്ടിയത് ഞാൻ പഠിക്കുന്ന കാലത്ത് ജോൺ പോൾ മാർപ്പാപ്പ വത്തിക്കാൻ്റെ അരമനയുടെ മുകളിൽ ഈ അറ്റ്ലാന്റിക് സമുദ്രം കൂവിക്കുത്തി ഉയർന്നു വന്നിരുന്നു, ഇറ്റലിയെ വിഴുങ്ങണ പോലെ. അപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ അരമനയിൽ നിന്നുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മേൽ കൈ ഉയർത്തിക്കൊണ്ട് സമുദ്രത്തെ ആശീർവദിച്ചു. ഇത് 1983-84 ഇത് സംഭവിക്കണം. ഇത് എന്നെ വല്ലാത്ത രീതിയിൽ ഹോണ്ട് ചെയ്ത് എനിക്കൊരു തുറവ് കിട്ടി. എന്താ കാര്യം? ഇത്രയും ധൈര്യമായിട്ട് സമുദ്രത്തിൻ്റെ മേൽ കൈ ഉയർത്താൻ കർത്താവിൻ്റെ പുരോഹിതനെ മാത്രമേ കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രയോഗത്തിൽ വരുത്തുവാനുള്ള വലിയ കൃപ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് ഈശോയിൽ നിന്ന് കിട്ടിയതാണ്. ലോക ചരിത്രത്തിലെ ഈശോ മാത്രമേ സമുദ്രത്തെ ശാസിച്ച് ശാന്തമാക്കിയിട്ടുള്ളത്. ഈ അധികാരമാണ് അപ്പോസ്തലന്മാർക്ക് കൈമാറിയിരിക്കുന്നത്. ചിലരത് ജോൺ പോൾ മാർപ്പാപ്പ പോലുള്ള ആൾക്കാരെ ആ അഭിഷേകത്തിൻ്റെ മുഴുവൻ പൂർണ്ണ തോതിൽ ഉപയോഗിക്കുന്ന ആളാണ്, പൂർണ്ണ തോതിൽ. പിന്നെ ചിലർ ഫങ്ഷനിലായിട്ട് അവർക്ക് അവരുടെ ലിമിറ്റേഷനിലുള്ള വിഷയങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ ആശീർവാദം ജനങ്ങളെ ആശീർവദിക്കാൻ, അല്ലാതെ ഓരോരുത്തരെ ആശീർവദിച്ച് പുട്ടടിക്കാൻ വേണ്ടി ദൈവം തന്നെ അതല്ല. ആശീർവാദം ജനങ്ങളെ പൊതു നന്മയ്ക്കാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, പൊതു നന്മ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. 1 കൊരിന്തോസ് 12:7. 1 കൊരിന്തോസ് 12:7. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമാണെന്നല്ല, മനസ്സിലായില്ലേ? പൊതു നന്മ. അതായത് മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും കടലിലെ ജീവങ്ങളും എല്ലാം ആശീർവദിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു പക്ഷിപ്പനി വന്നു, ആ ഒരു പക്ഷികൾ അല്ലെങ്കിൽ കടലിൽ തന്നെ സൂക്ഷ്മജീവികൾ, നമുക്കറിയാമല്ലോ, പ്ലാന്റൻസ് പോലുള്ള സൂക്ഷ്മജീവികളില്ലേ, അത് സമുദ്രം കലങ്ങി അതിന് വിഷാംശം കെമിക്കൽ കൂടിക്കഴിഞ്ഞാൽ ഈ പ്ലാങ്ടൻസ് എല്ലാം മരിച്ചു. സൂക്ഷ്മജീവികളാണ്, ഏകകോശ ജീവികളെ പോലെയുള്ള ആൽഗ പോലുള്ള ടൈപ്പ് സാധനം സൂക്ഷ്മജീവികൾ നമുക്ക് കടലിൽ കാണാം. നിങ്ങൾക്ക് അതിങ്ങനെ 10,000 കൂടുമ്പോൾ ഒരു പച്ച പതവ് പോലെ ഇങ്ങനെ കടലിൽ കാണും. നമ്മുടെ കടലിലും ഉണ്ടത്, ഞാൻ കണ്ടിട്ടുണ്ടത്. അതായത് അങ്ങനെ ഈ പ്ലാങ്ടൻസ് എങ്ങാനും സമുദ്രത്തിൻ്റെ രാസവ്യത്യാസം വന്ന് അപ്രത്യക്ഷമായാൽ ജീവജാലങ്ങളും നമ്മളും മരിക്കും ഉറപ്പായിട്ട്. അത്രയും ഇൻ്റർകണക്റ്റഡാണ് സംഭവം. പൊതു നന്മയെന്ന് പറയുമ്പോഴേ എവിടം വരെ ചെല്ലുന്നുണ്ടെന്ന് അറിയാമോ? ഈ പ്ലാന്റൻസ് പോലും സമുദ്രം പോലും നന്മയ്ക്ക് വേണ്ടി ആശീർവദിക്കണം. പണ്ട് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും 10 കൊല്ലം അടുപ്പിച്ച് ഞാൻ 901 തൊട്ട് 990 തൊട്ട് 2000 വരെ കടൽ ആശീർവദിക്കാൻ പോകുമായിരുന്നു. കടലിൽ വള്ളമെടുത്ത് കടൽ ആശീർവദിക്കാൻ പോകും. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂക്ഷ്മജീവികളെ കഴിച്ച് കഴിയുന്ന കുഞ്ഞു മീനുകളുണ്ട്. ആ കുഞ്ഞു മീനുകൾ കഴിക്കുന്ന നെത്തോലിയുണ്ട്. നെത്തോലിയെ ചെമ്മീൻ കഴിക്കുന്ന മറ്റ് ചാള, അയില പോലുള്ള അയിലയെ കഴിക്കുന്ന തിമിംഗലങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ചത്തുപോകും. പ്ലവൻ ചത്താൽ എല്ലാം ചത്തുപോകും. അതാണ് നമ്മൾ നിസ്സാര കാര്യമല്ല ശരിക്കും. അപ്പോൾ ഇതെല്ലാം എപ്പോഴും ആശീർവദിക്കുകയും ജീവജാലങ്ങളുടെ നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് ലോകത്തിൽ മുഴുവനും ഉണ്ടാകുന്ന ഇതുപോലെ പ്രകൃതി നാശത്തിനെതിരെ, ഉണ്ടാകുന്ന രാസമാറ്റങ്ങൾക്കും എതിരെ, അതിനുണ്ടാകുന്ന പലതരം വേസ്റ്റേജുകൾ, സമുദ്രം ഒരു കുപ്പക്കൂനയാക്കി മാറ്റുന്ന അവസ്ഥകൾ, അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ജ്ഞാനവും ബുദ്ധിയും ദൈവത്തിൻ്റെ ശക്തിയും നേതാക്കന്മാർക്കും ജനങ്ങൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും നൽകുന്നതിന് വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. മാനേജ്മെന്റിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഈ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ആശീർവാദ ശക്തിയും വരപ്രസാദങ്ങളും നൽകിയിരിക്കുന്നത് സഭയ്ക്ക്. ഈ പൊതു നന്മ നമ്മുടെ എല്ലാവരുടെയും ഒരു റഫറൻസ് സബ്ജക്റ്റ് ആയിരിക്കണം. പൊതു നന്മ നമ്മൾ ഏറ്റവും കുറവ് പൊതു നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ന് തോന്നുന്നത്. മറ്റ് രാജ്യങ്ങളെക്കാൾ അപേക്ഷിച്ച് പൊതു നന്മയെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുന്ന, അതെങ്ങനെ വന്നു എന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ പൊതുവായിട്ട് നമ്മുടെ സംസ്കാരത്തെ വിമർശിക്കുന്നത് ന്യായമായ കാര്യവുമല്ല. പക്ഷേ പൊതു നന്മയെക്കുറിച്ചുള്ള ബോധം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ബൈബിളിൽ വിശ്വസിക്കുന്നവർക്കാണ്. പ്രത്യേകിച്ച് എന്താ കാരണം? ദൈവം ഓരോരുത്തർക്കും കഴിവ് നൽകിയിരിക്കുന്നത് അവരുടെ കുടുംബത്തിനും അവരുടെ വയറിനും വേണ്ടി മാത്രമല്ല. റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:7 ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പം ഇതാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ജോലി കിട്ടിയാലും നിങ്ങൾക്ക് വീട് കിട്ടിയാലും മറ്റ് ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് ഒരു കരുതൽ വേണം. ഇതിനാണ് കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്. കരുതലിൻ്റെ പ്രവൃത്തികളാണ് കാരുണ്യ പ്രവൃത്തികൾ. ഇപ്പം കാരുണ്യ പ്രവൃത്തികൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ ഷൈജ എന്ന് പറഞ്ഞൊരു ഷൈജു വടുതല അങ്ങനെ ഒരു മോളോട് സാക്ഷ്യം പറഞ്ഞാൽ അവിടെ സാക്ഷ്യം കേട്ട് ഞാൻ ചിരിച്ചുപോയി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഉടമ്പടി എടുത്തിട്ട് അവർക്ക് ഒരു ചീനവലമുണ്ട്. ഇപ്പം ഈ 4 കാല് കൈവച്ച് കായലിലേക്ക് കെട്ടിത്താത്തുന്ന വലയില്ലേ, കൊച്ചിയിലൊക്കെ ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, പള്ളിത്തോട്ടിലേക്ക്. അപ്പോൾ അവിടെയൊക്കെ കായലിലൊക്കെ കാണാം. ഇപ്പം ചീനവല രാത്രി മുഴുവൻ ഭയങ്കര കഷ്ടപ്പെട്ട ജോലിയാണത്. ഞാൻ പണ്ട് 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ചീനയുടെ തട്ടിലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കൂട്ടുകാരനായിട്ട്. അപ്പോൾ രാത്രി മുഴുവനും വല വലിക്കുമ്പോൾ കുറച്ച് വലയും കിട്ടും. 2-3 കിലോ ചെമ്മീൻ കിട്ടുന്ന ദിവസമുണ്ട്. പക്ഷേ ഉറക്കനിപ്പ് അതിൻ്റെ ഇരട്ടിയാണ്. അത്രയും നമ്മളൊക്കെ സിമ്പിളാണ്. നിങ്ങൾ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഓർക്കണേ, അതിന് ഉറക്കം നിൽക്കുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ പകുതി പോലും അവർക്ക് കിട്ടണില്ല. എല്ലാ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ സമർപ്പിച്ചോട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.